ഹലോ എവരി വൺ. അപ്പോൾ ഇന്നൊരു സ്റ്റിച്ചിങ്ങിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. കിഡ്സിനൊക്കെ ഇടാൻ പറ്റിയ അത്യാവശ്യം ഫ്ലെയറുള്ള ഒരു ഹാഫ് സർക്കിൾ മോഡൽ ഉടുപ്പിൻ്റെ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇന്ന് ഉള്ളത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്ന മെറ്റീരിയൽ ജോർജറ്റ് മെറ്റീരിയലാണ്. അപ്പോൾ ഇതിൻ്റെ ടോപ്പ് പോർഷൻ ഞാൻ കഴുത്തിൻ്റെയും നെക്കിൻ്റെയും ഹോളിൻ്റെയൊക്കെ അളവനുസരിച്ച് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇതേപോലെ ബാക്ക് പാർട്ടും വെട്ടിയെടുക്കാം. ഇനി ഈ വെട്ടിയെടുത്ത ടോപ്പിൻ്റെ മെറ്റീരിയൽ വെച്ചിട്ട് ലൈനിങ് പോർഷനും വെട്ടിയെടുക്കുകയാണ്. അത് ഇതുപോലെ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ലൈനിങ് വെട്ടിയെടുക്കുക. ഇനി ഫ്രോക്കിൻ്റെ സ്കേർട്ട് പാർട്ട് വെട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു അത്യാവശ്യം ഒരു 1/2 മീറ്റർ ഉള്ള ഒരു തുണി ഇതുപോലെ രണ്ടായി ആദ്യം മടക്കിയിടുക. അതിനുശേഷം ഇത് കോണോട് കോണായിട്ട് മടക്കുക. രണ്ടായി ആദ്യം മടക്കുക. അതിനുശേഷം ഇതുപോലെ കോണോട് കോൺ മടക്കിയിടുക. നന്നായി അഡ്ജസ്റ്റ് ചെയ്ത് മടക്കിയിടുക കോണോട് കോൺ. ഇനി ഈ പാർട്ടിലാണ് നമ്മൾ സ്കേർട്ട് പാർട്ട് വെട്ടിയെടുക്കാൻ പോകുന്നത്. അതിനായിട്ട് ആദ്യം നമ്മുടെ ടോപ്പ് പാർട്ട് വെട്ടിയെടുത്തത് അതിൻ്റെ ഈ വിഡ്ത്ത് അഡ്ജസ്റ്റ് ആകുന്ന രീതിയിൽ ഇതുപോലെ പ്ലേസ് ചെയ്യുക. ഇനി ഇവിടെ നിന്നാണ് നമ്മൾ ലെങ്ത് മെഷർ ചെയ്യാൻ പോകുന്നത്. ഇവിടെ നിന്ന് ഈ പോർഷനിൽ നിന്ന് ഇതുവരെ ഞാനിപ്പോൾ ലെങ്ത് മാർക്ക് ചെയ്ത് വരച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ കുറച്ച് തുണി ഭാഗം തികയാതെ വരും. അത് ഞാൻ ഈ ബാക്കി വരുന്ന ഭാഗത്തു നിന്ന് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നുണ്ട്. ജോയിൻ ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഞാനിപ്പോൾ അത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ബാക്കി വരുന്ന തുണിയിൽ നിന്ന് നമുക്ക് പോരാത്ത ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി മുകളിലത്തെ അത്രയും പാർട്ട് വെട്ടിയെടുത്തു. അപ്പോൾ ഇത്രയാണ് നമ്മുടെ സ്കേർട്ട് പാർട്ട് വരുന്നത്. ഇപ്പോൾ ഞാൻ ബാക്കി ഉള്ള തുണിയിൽ നിന്ന് വെട്ടിയെടുത്ത് ജോയിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ അവിടെ ഒന്ന് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്കും ജോയിൻ ചെയ്യാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങിന് വേണ്ടിയിട്ട് ഇത് ക്രേപ്പിൻ്റെ മെറ്റീരിയലാണ്. അത് ഞാൻ ഇതുപോലെ രണ്ടായി മടക്കിയിട്ടിട്ടുണ്ട്. ഇനി ഇതിന് ഒരിക്കൽ കൂടെ മടക്കണം. അപ്പോൾ മൊത്തത്തിൽ 4ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇതിൽ നിന്നാണ് നമ്മൾ സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ് കട്ട് ചെയ്യാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ടോപ്പ് പാർട്ട് ഇതുപോലെ വെച്ചതിന് ശേഷം മുകളിൽ നിന്ന് താഴോട്ട് 2 പോയിൻ്റ് മാർക്ക് ചെയ്തിട്ട് അത്രയും കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലത്തെ 2 പീസ് ലൈനിങ് മെറ്റീരിയൽ നമുക്ക് കിട്ടും. ഇനി സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുപോലെ ഒരു നീളത്തിനൊരു തുണി രണ്ടായി മടക്കിയതിന് ശേഷം അതിൽ നമ്മൾ സ്ലീവിൻ്റെ വണ്ണം, ആം ഹോൾ ഇതെല്ലാം മാർക്ക് ചെയ്ത് വെട്ടിയെടുക്കുക. ഇതുപോലെ 2 പീസ് സ്ലീവ് ഞാനിവിടെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റിച്ചിങ് പാർട്ടിലോട്ട് പോവാണ്. അതിന് വേണ്ടിയിട്ട് ടോപ്പ് പാർട്ടിൻ്റെ ലൈനിങ്ങിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് വച്ച് നെക്കിൻ്റെ അടുത്തായിട്ട് ആ ഷേപ്പിനൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇവിടെ ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ അത്രയും നെക്കിൻ്റെ ലൈനിങ്ങിൻ്റെ പോർഷൻ അത്രയും വെട്ടിയെടുത്തിട്ട് അത് മറിച്ചടിക്കണം. ഇനി ഇവിടെ ഒന്ന് പതിച്ചടിക്കുക. ഇപ്പോൾ നെക്ക് ഫിനിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നെക്കിൻ്റെ പാർട്ടിൽ ഞാനൊരു ലേസ് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. അതും കൂടെ ചെയ്തെടുക്കുകയാണ്. ബാക്ക് പോർഷനും ഇതുപോലെ തന്നെ നെക്ക് ഫിനിഷ് ചെയ്തെടുക്കാം. ഇനി ടോപ്പിൻ്റെ ഫ്രണ്ട് സൈഡിൻ്റെ നല്ല വശവും ബാക്ക് സൈഡിൻ്റെ നല്ല വശവും ഷോൾഡർ കൂട്ടിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ ഷോൾഡർ കൂട്ടിയെടുത്തിട്ടുണ്ട്. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യുക. നമ്മൾ വെട്ടിയ സ്ലീവിൻ്റെ നല്ല വശവും ടോപ്പിൻ്റെ നല്ല വശവും കൂടെ ചേർത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കുക. അപ്പോൾ 2 സൈഡും സ്ലീവ് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഉടുപ്പിന് കെട്ട് വയ്ക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 സ്ട്രിപ്സ് എടുക്കുക തുണി. അതിനെ ഇതുപോലെ ഇതുപോലെ അടിച്ചെടുക്കുക. അപ്പോൾ ഇതുപോലെ 2 കെട്ട് നമുക്ക്
അടിച്ചെടുക്കുക. അത് എന്നിട്ട് ഫ്രണ്ട് പോർഷൻ്റെ ബാക്ക് സൈഡിലായിട്ട് ഇതുപോലെ ബാക്കിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക, രണ്ട് സൈഡും. ഇതുപോലെ രണ്ട് സൈഡും കെട്ട് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്കേർട്ട് പാർട്ടിൻ്റെ ലൈനിങ്ങും നല്ല തുണിയും കൂടെ ചേർത്ത് ജോയിൻ ചെയ്തെടുക്കുക. എന്നിട്ട് ആ ജോയിൻ ചെയ്തതിന് നമ്മുടെ ബോഡി പാർട്ടിലോട്ട് അറ്റാച്ച് ചെയ്തെടുക്കുക. ഇത്രയാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ, സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് വീഡിയോ ആണിത്. കുട്ടികൾക്ക് ഇടാൻ പറ്റിയ അത്യാവശ്യം ഫ്ലെയറുള്ള ഒരു ഫ്രോക്കാണിത്. നമുക്ക് പെട്ടെന്ന് തയ്ച്ചെടുക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്